നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആറ്റിങ്ങലിൽ വ്യവസായി ബിജു രമേശിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു. വോട്ടർമാർക്ക് പണം നൽകിയെന്ന് ആരോപിച്ചാണ് ബിജു രമേശിനെ തടഞ്ഞത്. അടൂർ പ്രകാശിന് വേണ്ടി പണം നൽകിയെന്നാണ് ആരോപണം. കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിലാണ് വന്നതെന്ന് ബിജു രമേശ് പറയുന്നു. അങ്ങനെ വരട്ടല്ല. എന്റെ മലയിലൊരു കാര്യം ഞാൻ ജനിച്ചു പറഞ്ഞ മണ്ണാണ് കേട്ടോ. ഞാൻ ജനിച്ചു പറഞ്ഞ മണ്ണാണ്. ഇവിടെ ഒരു വിഷയം നടക്കുമ്പോഴത്തേക്ക് ഇവിടെ രാഷ്ട്രീയമല്ല നോക്കുന്നത്. ഒരു വിഷയം മാത്രമേ ഞാൻ നോക്കുള്ളൂ. ഇതുപോലുള്ള സ്ഥലത്ത് രാത്രി പുറത്തുനിന്ന് ആരും വരാൻ പാടില്ല. വന്നാൽ അന്വേഷിക്കും. അതിന്റെ ഒരു തീരുമാനം നിങ്ങൾ അറിഞ്ഞല്ലോ. പൈസ കൊണ്ടുവന്നു പറഞ്ഞുകൊണ്ട് അത് പുറകെ നടന്ന് പരിശോധിക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്റെ ഒരു പൈസ ഇല്ല. ഇപ്പൊ അല്ല, സാറിന്റെ അടുത്ത് അവര് പറഞ്ഞല്ലോ വണ്ടി വേണമെങ്കിൽ പരിശോധിക്കാൻ അവര് പറഞ്ഞല്ലോ. വണ്ടി എന്താ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ പണം കണ്ടെത്താനായിട്ടില്ല. അരുവിക്കര വടക്കേമലയിൽ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സുരേഷിന്റെ വീട്ടിലായിരുന്നു ബിജു രമേശ് എത്തിയത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് ബിജു രമേശിനെ അരുവിക്കര സ്റ്റേഷനിലേക്ക് മാറ്റി. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശും വ്യവസായി ബിജു രമേശും അടുത്ത ബന്ധുക്കളാണ്. അടൂർ പ്രകാശിന്റെ മകന്റെ ഭാര്യ ബിജു രമേശിന്റെ മകളാണ്. അത്യാഡംബരത്തോടെയായിരുന്നു ഈ വിവാഹം നടന്നത്. സിനിമാ സെറ്റുകൾ പരാജയപ്പെടുന്ന മണ്ഡപമാണ് വിവാഹത്തിന് അന്ന് ഒരുങ്ങിയത്. മുൻപ് UDF സർക്കാരിന്റെ കാലത്ത് ബജറ്റ് കോഴ വിവാദത്തിൽ KM മാണിയെ പ്രതിക്കൂട്ടിലാക്കിയത് ഇദ്ദേഹത്തിന്റെ ആരോപണമായിരുന്നു. രാജധാനി ഗ്രൂപ്പിന്റെ ചെയർമാനായ ബിജു രമേശ് നിരവധി ബാറുകളുടെ ഉടമ കൂടിയാണ്. ബിജു രമേശിനെതിരെ കേസെടുക്കണമെന്ന് CPM പ്രവർത്തകർ ആവശ്യപ്പെട്ടു. CPM നേതൃത്വം ബിജു രമേശിനെതിരെ പരാതി നൽകി. അതേസമയം ബിജു രമേശ് ഇവിടെ എത്തിയതറിഞ്ഞ പിന്നാലെ DYFI പ്രവർത്തകർ അദ്ദേഹത്തെ മർദ്ദിച്ചു എന്നും പരാതിയുണ്ട്. അതിനിടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യത്തിനായാണ് ബിജു രമേശ് വീട്ടിൽ വന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തകനായ സുരേഷ് പ്രതികരിച്ചു. കോളനിയിൽ പണം വിതരണം ചെയ്തിട്ടില്ല എന്നും കോൺഗ്രസ് അരുവിക്കര ബ്ലോക്ക് കമ്മിറ്റി അംഗമായ സുരേഷ് പ്രതികരിച്ചു. സുരേഷിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ബിജു രമേശിന്റെ DYFI തടഞ്ഞത്. പണം കണ്ടെത്തിയിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഫ്ലെയിങ് സ്ക്വാഡ് അറിയിച്ചു. ഇവർ സ്റ്റേഷനിൽ നിന്ന് മടങ്ങുകയും ചെയ്തു.